ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ക്ലാസ് ദ 100 ഡ്രസ്സസ് എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. While the class was circling the room, the monitor from the principal's office brought Miss Mason a note. അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ എല്ലാവരും കൂടുന്ന ആ ഒരു സമയത്ത്, കുട്ടികളൊക്കെ കൂടുന്ന ആ ഒരു സമയത്ത് ക്ലാസ് ലീഡർ പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ നിന്നും ക്ലാസ് ടീച്ചറായ മിസ് മേസൺ ഒരു നോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. മിസ് മേസൺ റെഡ് ഇറ്റ് സെവറൽ ടൈംസ് ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് തോട്ട്ഫുള്ളി ഫോർ എ വൈൽ. ഇപ്പോൾ മിസ് മേസൺ ഈ നോട്ട് ഒരുപാട് തവണ വായിച്ചിട്ട് ഇങ്ങനെ എന്തോ ചിന്തിച്ച് നിൽക്കുകയാണ്. ദെൻ ഷീ ക്ലാപ്ഡ് ഹെർ ഹാൻഡ്സ്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തിട്ട് കുട്ടികളെയൊക്കെ ഇങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അറ്റൻഷൻ ക്ലാസ്, എവ്രി വൺ ബാക്ക് ടു ദെയർ സീറ്റ്. ഇപ്പോൾ ടീച്ചർ ഓർഡർ ചെയ്യാണ് എല്ലാവരും അവരവരുടെ സീറ്റിലിരിക്കാൻ. വെൻ ദ ഷഫ്ലിംഗ് ഓഫ് ഫീറ്റ് ഹാഡ് സ്റ്റോപ്ഡ് ആൻഡ് ദ റൂം വാസ് സ്റ്റിൽ ആൻഡ് ക്വയറ്റ്, മിസ് മേസൺ സെഡ്, ഐ ഹാവ് എ ലെറ്റർ ഫ്രം വാൻഡാസ് ഫാദർ ദാറ്റ് ഐ വോണ്ട് ടു റീഡ് ടു യു. അപ്പോൾ ഷഫ്ലിംഗ് ഓഫ് ഫീറ്റ് ഒക്കെ സ്റ്റോപ്പ് ആയി. അതായത് അത്രയും നേരം കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. പെട്ടെന്ന് അതെല്ലാം സ്റ്റോപ്പായി, എല്ലാവരും സീറ്റിലോട്ട് പോയിരുന്നതോടുകൂടി റൂം ഇങ്ങനെ ഭയങ്കര ക്വയറ്റായി. ആ സമയത്ത് മിസ് മേസൺ പറയാണ്, എനിക്ക് വാൻഡയുടെ ഫാദറിൻ്റെ അടുത്ത് നിന്നും ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട്, എനിക്കത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കണം. മിസ് മേസൺ സ്റ്റുഡ് ദർ എ മൊമെൻറ്റ് ആൻഡ് ദ സൈലൻസ് ഇൻ ദ റൂം ഗ്രൂ ടെൻസ് ആൻഡ് എക്സ്പെക്റ്റൻറ്റ്. അപ്പോൾ മിസ് മേസൺ ഇങ്ങനെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അനങ്ങാതെ നിന്നു. ആ സമയത്ത് ആ റൂമിൽ മൊത്തം ഇങ്ങനെ സൈലൻസ് ആയി. ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ടീച്ചർ പറഞ്ഞതോടുകൂടി എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആയി. എന്നിട്ട് ഇങ്ങനെ ടെൻഷനും ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. അതായത് എല്ലാവർക്കും മനസ്സിലായി എന്തോ കാര്യമായിട്ട് ഉണ്ടെന്ന്. ദ ടീച്ചർ അഡ്ജസ്റ്റഡ് ഹെർ ഗ്ലാസ് സ്ലോലി ആൻഡ് ഡെലിബറേറ്റ്ലി. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ടീച്ചറുടെ ഒരു മാനറിസം ആവും. അവരിങ്ങനെ അവരുടെ ഗ്ലാസ് ഇങ്ങനെ ഡെലിബറേറ്റ്ലി എന്ന് വെച്ചാൽ പർപ്പസ്ഫുള്ളി അവരിങ്ങനെ ഗ്ലാസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാണ്. Her manner indicated that what was coming this letter from Vanda's father was a matter of great importance. അപ്പോൾ അവരിങ്ങനെ ഇത്രയും മുഖവുര കാണിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഈ ലെറ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലായി. എവ്രിബഡി ലിസൺ ക്ലോസ്ലി ആസ് മിസ് മേസൺ റെഡ് ദ ബ്രീഫ് നോട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മിസ് മേസൺ ഈ നോട്ട് വായിക്കുന്നതും കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ലെറ്ററിലുണ്ടായിരുന്നത്, ആ നോട്ട് എന്ന് പറയുന്ന ഒരു ലെറ്റർ ആയിരുന്നു. ആ ലെറ്ററിലുണ്ടായിരുന്നത് ഇത്രയ്ക്കുമാണ്: Dear teacher, my Vanda will not to come to your school anymore. അപ്പോൾ എൻ്റെ മകൾ വാൻഡ ഇനി മുതൽ ഈ സ്കൂളിൽ വരുന്നില്ല. ജേക്ക് ഓൾസോ, ജേക്ക് എന്ന് പറയുന്നത് വാൻഡയുടെ ബ്രദറാണ്. ആ കുട്ടിയും ഇനി മുതൽ സ്കൂളിൽ വരുന്നില്ല. നൗ വി മൂവ് അവർ ടു ബിഗ് സിറ്റി. അപ്പോൾ അവർ വേറൊരു സിറ്റിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യാണ്. നോ മോർ ഹോളർ പൊള്ളാക്ക്, നോ മോർ ആസ്ക് വൈ ഫണ്ണി നെയിം. ഹോളർ പൊള്ളാക്ക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു, വാൻഡ ഒരു പോളിഷ് ഗേളാണ്. പോളണ്ടിൽ നിന്നും വന്ന് ഇവിടെ താമസിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഹോളർ പൊള്ളാക്ക് എന്ന് പറയുന്നത് പോളണ്ടുകാരെ കളിയാക്കി വിളിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ അവിടെ ആരും അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഇനി മുതൽ ഇങ്ങനെ ഒരു പൊള്ളാക്ക് ഉണ്ടാവില്ല. അതായത് ഇവർ ഇവിടുന്ന് മൂവ് ചെയ്യാണ്. ആരും തന്നെ ചോദിക്കില്ല എന്താണ് ഇങ്ങനെ ഫണ്ണി നെയിം എന്നൊന്നും ചോദിക്കാത്ത ഒരു സ്ഥലത്തോട്ട് ഇവർ മൂവ് ചെയ്യാണ്. പ്ലെൻറ്റി ഓഫ് ഫണ്ണി നെയിംസ് ഇൻ ദ ബിഗ് സിറ്റി. അതായത് ഇവർ പോകുന്ന പുതിയ സിറ്റിയിൽ ഇതുപോലെയുള്ള ഫണ്ണി നെയിംസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പോളണ്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ടോ അല്ലെങ്കിൽ പോളണ്ടുകാർ ഒത്തിരിയുള്ള ഏതോ ഒരു ബിഗ് സിറ്റിയിലോട്ടോ ആണ് അവർ പോകുന്നത്. അപ്പോൾ ആരും തന്നെ ഇവരെ അങ്ങനെ ഒറ്റപ്പെടുത്തില്ല. യോസ് ട്രൂലി ജാൻ പെട്രോൺസ്കി. ഇപ്പോൾ ജാൻ പെട്രോൺസ്കി എന്നാണ് വാൻഡയുടെ ഫാദറിൻ്റെ പേര്. അപ്പോൾ ഇതായിരുന്നു ആ ലെറ്ററിലെ കണ്ടൻറ്റ്. എ ഡീപ്പ് സൈലൻസ് മെറ്റ് ദ റീഡിങ് ഓഫ് ദിസ് ലെറ്റർ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലെറ്റർ വായിച്ചോടുകൂടി വളരെ ഒരു ഡീപ്പ് സൈലൻസ് ഉണ്ടായി ക്ലാസ്സിൽ. മിസ് മേസൺ ടുക്ക് ഓഫ് ഹെർ ഗ്ലാസസ്, ബ്ലൂ ഓൺ ദം ആൻഡ് വൈപ്പ് ദം ഓൺ ഹെർ സോഫ്റ്റ് വൈറ്റ് ഹാൻഡ് കർച്ചീഫ്. അപ്പോൾ വായിച്ചു കഴിഞ്ഞതും മിസ് മേസൺ ഗ്ലാസസ് ഇങ്ങനെ ഊരിയിട്ട് അതിലിങ്ങനെ ഊതി, എന്നിട്ട് അതിങ്ങനെ അവരുടെ വൈറ്റ് കർച്ചീഫ് വെച്ചിട്ട് അതിങ്ങനെ വൈപ്പ് ചെയ്തു. ദെൻ ഷീ പുട്ട് ദം ഓൺ അഗെയിൻ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്ലാസ്. എന്നിട്ട് അവർ ഗ്ലാസ് പിന്നെയും തിരിച്ചു വെച്ചിട്ട് ക്ലാസ്സിലുള്ള എല്ലാവരെയും ഇങ്ങനെ നോക്കി. വെൻ ഷീ സ്പോക്ക് ഹെർ വോയിസ് വാസ് വെരി ലോ. അപ്പോൾ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ സംസാരം ഇങ്ങനെ സൗണ്ട് വളരെ ലോ ആയിരുന്നു. I am sure that none of the boys and the girls in room 13 would purposely and deliberately hurt anyone's feelings because his or her name happened to be a long, unfamiliar one. ഇപ്പോൾ ടീച്ചർ കുട്ടികളോടായിട്ട് പറയുകയാണ്, എനിക്ക് വളരെ ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഈ റൂം 13 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഒരു ബോയോ അല്ലെങ്കിൽ ഒരു ഗേളോ പർപ്പസ്ലി അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി എന്ന് വെച്ചാൽ പർപ്പസ്ലി എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ പർപ്പസ്ഫുള്ളി ആരെയും ഇങ്ങനെ ഹേർട്ട് ചെയ്യില്ല. കാരണം ഒരാളുടെ പേര് വളരെ ലെങ്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു അൺഫെമിലിയർ പേര് ഒരാൾക്കുള്ളതുകൊണ്ടൊന്നും കളിയാക്കുന്ന കുട്ടികളൊന്നുമല്ല ഈ ക്ലാസ്സിലുള്ളതെന്ന് ടീച്ചർ പറയാണ്. ഐ പ്രിഫർ ടു തിങ്ക് ദാറ്റ് വാട്ട് വാസ് സെഡ് ഇൻ തോട്ട്ലെസ്നെസ്. അപ്പോൾ ടീച്ചർ പറയാണ്, ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചിന്തിക്കാതെ പറഞ്ഞതാണ്.
I know that all of you feel the way I do, that this is a very unfortunate thing to have happened. Unfortunate and sad both. അവർ പറയാണ്, എനിക്കറിയാം, എനിക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റുമാണ്, വളരെ ദുഃഖകരവുമാണ്. ആൻഡ് ഐ വോണ്ട് യു ഓൾ ടു തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നിട്ട് മാഡം പറയാണ്, നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. കാരണം കുട്ടികൾ കളിയാക്കിയത് കൊണ്ടാണ് ഈ കുട്ടി സ്കൂള് മാറിപ്പോയിരിക്കുന്നതെന്നാണ് അവരുടെ ഫാദറിൻ്റെ ആ ലെറ്ററിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ഇരുത്തി ചിന്തിക്കണമെന്ന് ടീച്ചർ ഉപദേശിക്കുകയാണ് കുട്ടികളെ. ദ ഫസ്റ്റ് പീരീഡ് വാസ് എ സ്റ്റഡി പീരീഡ്. അപ്പോൾ ക്ലാസ്സിലെ ഫസ്റ്റ് അവർ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി അവറായിരുന്നു. മാഡി ട്രൈ ടു പ്രിപ്പയർ ഹെർ ലെസൺസ് ബട്ട് ഷീ കുഡ് നോട്ട് പുട്ട് ഹെർ മൈൻഡ് ഓൺ ഹെർ വർക്ക്. അപ്പോൾ മാഡി ഈ സമയത്ത് എന്തൊക്കെയോ ലെസൺസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാണ്, പക്ഷേ അവൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതിലൊന്നും. ഷീ ഹാഡ് എ വെരി സിക്ക് ഫീലിംഗ് ഇൻ ദ ബോട്ടം ഓഫ് ഹെർ സ്റ്റൊമക്ക്. അപ്പോൾ അവൾക്ക് അവളുടെ ഇങ്ങനെ വയറ്റിലായിട്ട് ഇങ്ങനെ വല്ലാത്തൊരു സിക്ക് ഫീലിംഗ്, അതായത് വല്ലാത്ത എന്തോ ഒരു വിഷമം, ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അവൾക്ക് തോന്നുകയാണ്. ട്രൂ, ഷീ ഹാഡ് നോട്ട് എൻജോയ്ഡ് ലിസണിങ് ടു പെഗി ആസ്ക് വാൻഡ ഹൗ മെനി ഡ്രസ്സസ് ഷീ ഹാഡ് ഇൻ ഹെർ ക്ലോസെറ്റ് ബട്ട് ഷീ ഹാഡ് സെഡ് നത്തിങ്. അപ്പോൾ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ടിരുന്നു, പെഗി ഇങ്ങനെ വാൻഡയെ എത്ര ഡ്രസ്സ് ഉണ്ടെന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ അവൾ അതൊരിക്കലും എൻജോയ് ചെയ്തിരുന്നില്ല. എന്നാൽ അവളൊന്നും അതിനെതിർത്ത് പറയുകയും ഉണ്ടായിരുന്നില്ല. ഷീ ഹാഡ് സ്റ്റുഡ് ബൈ സൈലൻ്റ്ലി ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് ആസ് ബാഡ് ആസ് വാട്ട് പെഗി ഹാഡ് ഡൺ. അപ്പോൾ അവളിങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ട്, പെഗി ഇങ്ങനെ കളിയാക്കുന്നതൊക്കെ കേട്ട് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് പെഗിയുടെ അരികെ നിൽക്കുകയാണ് മാഡി ചെയ്തിരുന്നത്. പക്ഷെ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പെഗി ചെയ്തിരുന്ന മോശം കാര്യം എന്തായിരുന്നോ അത്രയും തന്നെ മോശമായിരുന്നു അതിനെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത്. വേഴ്സ്, ഷീ വാസ് എ കവേർഡ്. അപ്പോൾ അവൾ സ്വയം തന്നെ ചിന്തിക്കുകയാണ്, വളരെ വേഴ്സ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അവളൊരു കവേർഡ്, ഭീരുവാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ മിണ്ടാതെ നിന്നിരുന്നത്. അവൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നിട്ട് കൂടെ. At least Peggy hadn't considered they were being mean, but she, Maddie, had thought they were doing wrong. പെഗി ഒരിക്കലും തന്നെ കൺസിഡർ ചെയ്തിരുന്നില്ല അവർ വളരെ അൺകൈൻഡ്, ബീയിങ് മീൻ എന്ന് വെച്ചാൽ വളരെ അൺകൈൻഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നതെന്ന് ഒരിക്കലും തന്നെ അവൾ കൺസിഡർ ചെയ്തിരുന്നില്ല. അതേസമയം മാഡിക്ക് അവർ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. ഷീ കുഡ് പുട്ട് ഹെർസെൽഫ് ഇൻ വാൻഡാസ് ഷൂസ്. വാൻഡാസ് ഷൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് വാൻഡയുടെ സ്ഥാനത്ത് അവൾ അവളെ തന്നെ സ്വയം സങ്കല്പിച്ചിരുന്നു. ഗുഡ്നസ്, വാസ് ഇൻ ദർ എനിത്തിങ് ഷീ കുഡ് ഡു. മാഡി ചിന്തിക്കുകയാണ്, ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ലേ അവിടെ. കാരണം ഇവളിങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു പെഗ്ഗി കളിയാക്കുമ്പോൾ. അപ്പോൾ ഒന്നും തന്നെ ഇവൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ലേ എന്ന് ആലോചിക്കുകയാണ്. ഇഫ് ഓൺലി ഷീ കുഡ് ടെൽ വാൻഡ ഷീ ഹാഡിൻറ്റ് മീൻ ടു ഹേർട്ട് ഹെർ ഫീലിങ്സ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവൾ പറയുമായിരുന്നു വാൻഡയുടെ അടുത്ത്. ഒരിക്കലും അവളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യണമെന്ന് മാഡി ആഗ്രഹിച്ചിട്ടില്ല. ഷീ ടേൺഡ് അറൗണ്ട് ആൻഡ് സ്റ്റോൾ എ ഗ്ലാൻസ് അറ്റ് പെഗ്ഗി ബട്ട് പെഗ്ഗി ഡിഡ് നോട്ട് ലുക്ക് അപ്പ്. അപ്പോൾ അവളിങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ പെഗ്ഗിയെ നോക്കുകയാണ്. എന്നിട്ട് പെഗ്ഗിയെ ഒന്ന് പതുക്കെ നോക്കി. സ്റ്റോൾ എ ഗ്ലാൻസ് എന്ന് വെച്ചാൽ പയ്യെ ഒന്ന് നോക്കി. ആ സമയത്ത് പെഗ്ഗി പക്ഷെ അവളെ തിരിച്ചു നോക്കുന്നുണ്ടായിരുന്നില്ല. ഷീ സീം ടു ബി സ്റ്റഡിങ് ഹാർഡ്. ഇപ്പോൾ പീരീഡ് ആണെന്ന് പറഞ്ഞു, സ്റ്റഡി പീരീഡ് ആണ്. അപ്പോൾ പെഗ്ഗി ഇരുന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് എന്തോ പഠിക്കുകയാണ്. വെൽ, വെദർ പെഗ്ഗി ഫെൽറ്റ് ബാഡ്ലി ഓർ നോട്ട്, ഷീ, മാഡി, ഹാഡ് ടു ഡു സംതിങ്. അപ്പോൾ പെഗ്ഗിക്ക് ഇതിലൊന്നും ഒരു മോശമൊന്നും തോന്നിയില്ലെങ്കിലും മാഡിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ടു ഫൈൻഡ് വാൻഡ പെട്രോൺസ്കി. അപ്പോൾ മാഡിക്ക് എങ്ങനെയെങ്കിലും വാൻഡ പെട്രോൺസ്കിയെ മീറ്റ് ചെയ്യണം. മേ ബി ഷീ ഹാഡ് നോട്ട് യെറ്റ് മൂവ്ഡ് അവേ. അപ്പോൾ ചിലപ്പോൾ അവർ താമസം മാറി പോയിട്ടില്ലായിരിക്കും. മേ ബി പെഗ്ഗി വുഡ് ക്ലൈം ദ ഹൈറ്റ്സ് വിത്ത് ഹെർ ആൻഡ് ദേ വുഡ് ടെൽ വാൻഡ ഷീ ഹാഡ് വോൺ ദ കോൺടെസ്റ്റ് ദാറ്റ് ദേ തോട്ട് ഷീ വാസ് സ്മാർട്ട് ആൻഡ് ദ 100 ഡ്രസ്സസ് വേർ ബ്യൂട്ടിഫുൾ. മാഡിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെഗ്ഗിയെയും കൂട്ടി ആ ബോഗിൻ ഹൈറ്റ്സ് ക്ലൈം ചെയ്ത് അവിടെ ചെന്ന് വാൻഡയുടെ അടുത്ത് പറയണം, വാൻഡ ഈ കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ടുണ്ട്. അവരും വിചാരിച്ചിരുന്നു അവൾ വളരെ സ്മാർട്ടായിരുന്നു, അവളുടെ 100 ഡ്രസ്സസ് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെയുള്ള അവളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കണമെന്ന് മാഡി ആഗ്രഹിക്കുകയാണ്. When school was dismissed in the afternoon, Peggy said with pretended casualness, "Hey, let's go and see if that kid has left town or not." ഇപ്പോൾ സ്കൂൾ ഡിസ്മിസ് ചെയ്തു ആഫ്റ്റർനൂണിൽ. ആ സമയത്ത് പെഗ്ഗി മാഡിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, ഒരു പ്രിറ്റൻഡഡ് കാഷ്വൽനെസ്, അതായത് ഒരു കാഷ്വൽ ആണെന്ന് അഭിനയിച്ചുകൊണ്ട്, അതായത് കാഷ്വലി അല്ല സംസാരിക്കുന്നത്. മേ ബി മാഡി ചിന്തിച്ചിരുന്ന പോലെ തന്നെ പെഗ്ഗിയും മാഡിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിരിക്കാം. അപ്പോൾ ഒരു കാഷ്വലി ചോദിക്കുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ആ കുട്ടി അവിടെ ഈ ടൗൺ ലീവ് ചെയ്ത് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് പറയാണ്. സോ പെഗ്ഗി ഹാഡ് ദ സെയിം ഐഡിയ, മാഡി ഗ്ലോഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെഗ്ഗിക്കും ഇതേ ഐഡിയ തന്നെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് മാഡി ഗ്ലോഡ് എന്ന് വെച്ചാൽ മാഡി ബിക്കെയിം വെരി ഹാപ്പി. പെഗ് വാസ് റിയലി ഓൾ റൈറ്റ്.
അപ്പോൾ മാഡിക്ക് എപ്പോഴും പെഗ്ഗി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കാൻ ആഗ്രഹമുള്ളൊരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞതിൽ വളരെയധികം മാഡിക്ക് സന്തോഷമായി. The two girls hurried out of the building, up the street toward Boggin Heights, the part of the town that wore such a forbidding air on this kind of a November afternoon, drizzly, damp and dismal. അപ്പോൾ ഈ രണ്ട് കുട്ടികളും അവരുടെ ആ സ്കൂൾ ബിൽഡിങ്ങിൽ നിന്ന് വേഗം പുറത്തോട്ട് വന്ന് സ്ട്രീറ്റിലോട്ട് കടന്ന് ബോഗിൻ ഹൈറ്റ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൗണിൽ അന്നൊരു ഫോർബിഡിങ് എയർ എന്ന് വെച്ചാൽ വളരെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒട്ടും തന്നെ നല്ലതല്ലാത്ത ഒരു വെതറാണ് ഉണ്ടായിരുന്നത്. കാരണം ഇത് നവംബർ മാസമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ആഫ്റ്റർനൂൺ സമയത്തൊക്കെ ഭയങ്കര ഡ്രിസ്ലി, അതായത് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടാവും. അപ്പോൾ ഡാമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റ്, ആ മഴയുള്ളത് കൊണ്ട് ആ ടൗണൊക്കെ ഇങ്ങനെ വെറ്റായി കിടക്കുന്നുണ്ടാവും. ഡിസ്മൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂമി, ഇങ്ങനെ മഴ പെയ്യാനായിട്ട് ഇങ്ങനെ മങ്ങി നിൽക്കുമ്പോൾ ഒരു ഗ്ലൂമി അറ്റ്മോസ്ഫിയർ തോന്നില്ലേ, അപ്പോൾ അതുപോലെയുള്ള ഒരു വളരെ അൺഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെതറായിരുന്നു അന്ന്. വെൽ അറ്റ് ലീസ്റ്റ് സെഡ് പെഗ്ഗി ഗ്രഫ്ലി. പെഗ്ഗി ഒരു സുഖമില്ലാത്ത സൗണ്ടിൽ, ഗ്രഫ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർഷ് വോയിസിൽ, ഒരു സുഖമില്ലാത്ത സൗണ്ടിൽ പറയുകയാണ്, എന്തായാലും നന്നായി. ഐ നെവർ ഡിഡ് കോൾ ഹെർ എ ഫോറിനർ ഓർ മേക്ക് ഫൺ ഓഫ് ഹെർ നെയിം. ഞാനൊരിക്കലും അവളൊരു ഫോറിനർ എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവളുടെ നെയിമിൻ്റെ പേരിലൊന്നും കളിയാക്കിയിട്ടില്ല. ഐ നെവർ തോട്ട് ഷീ ഹാഡ് ദ സെൻസ് ടു നോ വി വർ മേക്കിംഗ് ഫൺ ഓഫ് ഹെർ എനി വേ. ഞാൻ വിചാരിച്ചിരുന്നത് അവൾക്ക് ഇതൊന്നും നമ്മൾ കളിയാക്കുന്നൊന്നും മനസ്സിലാക്കാനുള്ളൊരു സെൻസ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഐ തോട്ട് ഷി വാസ് ടു ഡം. ഞാൻ വിചാരിച്ചിരുന്നത് അവൾ വെറും ഒരു മണ്ടിയാണെന്നാണ്. ആൻഡ് ഗീ ലുക്ക് ഹൗ ഷി ക്യാൻ ഡ്രോ. പക്ഷേ ഇപ്പോൾ നോക്കൂ, അവൾ എന്ത് ഭംഗിയായിട്ടാണ് വരച്ചിരിക്കുന്നത്. മാഡി കുഡ് സേ നത്തിങ്. മാഡിക്ക് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഓൾ ഷീ ഹോപ്ഡ് വാസ് ദാറ്റ് ദേ വുഡ് ഫൈൻഡ് വാൻറ്റ. അപ്പോൾ അവൾ ഫുൾ ഹോപ്പ് ചെയ്തിരുന്നത് വാൻറ്റയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഷീ വാണ്ടഡ് ടു ടെൽ ഹെർ ദാറ്റ് ദേ വർ സോറി ദേ ഹാഡ് പിക്ഡ് ഓൺ ഹെർ ആൻഡ് ഹൗ വണ്ടർഫുൾ ദ ഹോൾ സ്കൂൾ തോട്ട് ഷീ വാസ് ആൻഡ് പ്ലീസ് നോട്ട് ടു മൂവ് അവേ ആൻഡ് എവ്രിബഡി വുഡ് ബി നൈസ്. അപ്പോൾ വാൻറ്റയെ കണ്ടതിന് ശേഷം ഇവർക്ക് പറയണം, ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് സോറി പറയണം. എന്നിട്ട് ഈ സ്കൂളിലെല്ലാവരും അവളെ എത്ര വണ്ടർഫുൾ ആയിട്ടാണ് ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് പോകരുത്, എല്ലാവരും ഇനി മുതൽ വളരെ നൈസായിട്ടായിരിക്കും സ്കൂളിൽ ബിഹേവ് ചെയ്യുക, അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടോ ഈ സ്ഥലം വിട്ടോ ഒന്നും പോകരുതെന്നൊക്കെ വാൻറ്റയോട് പറയണം. ഷീ ആൻഡ് പെഗ്ഗി വുഡ് ഫൈറ്റ് എനിബഡി ഹു വാസ് നോട്ട് നൈസ്. ഇനി ആരെങ്കിലും തന്നെ സ്കൂളിൽ നൈസ് അല്ലാതെ വാൻറ്റയുടെ അടുത്ത് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ പെഗ്ഗിയും മാഡിയും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യും. The two girls hurried on. They hoped to get to the top of the hill before dark. അപ്പോൾ രണ്ട് പെൺകുട്ടികളും വളരെ സ്പീഡിൽ ഇങ്ങനെ നടക്കുകയാണ്. നേരം ഇരുട്ടുന്നതിന് മുമ്പ് അവർക്ക് ആ ബോഗിൻ ഹൈറ്റ്സിൻ്റെ ആ ടോപ്പ് ഓഫ് ദ ഹില്ല് എത്തണം. ഐ തിങ്ക് ദാറ്റ്സ് വേർ ദ പെട്രോൺസ്കീസ് ലീവ്, സെഡ് മാഡി പോയിൻറ്റിങ് ടു എ ലിറ്റിൽ വൈറ്റ് ഹൗസ്. അപ്പോൾ ആ ബോഗിൻ ഹൈറ്റ്സിലെത്തിയപ്പോൾ അവിടെ ഒരു ലിറ്റിൽ വൈറ്റ് ഹൗസ് കാണാൻ കഴിഞ്ഞു. അത് ചൂണ്ടിക്കാണിച്ചോട്ട് മാഡി പറയാണ്, ഇവിടെയാണ് ഈ പെട്രോൺസ്കിയുടെ വീടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Wisps of old grass stuck up here and there along the pathway like thin kittens. Wisps എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്മോൾ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഇങ്ങനെ പുല്ലുകൾ ആ വഴിയരികിൽ അവിടെ ഇവിടെയൊക്കെ വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ചെറിയ പൂച്ചക്കുട്ടികളെ പോലെ കാണപ്പെട്ടു. ദ ഹൗസ് ആൻഡ് ഇറ്റ്സ് സ്പാർസ് ലിറ്റിൽ യാർഡ് ലുക്ക് ഷാബി ബട്ട് ക്ലീൻ. അപ്പോൾ വീടും അതിന് ചുറ്റുമുള്ള ആ ഒരു പരിസരവും, സ്പാർസ് ലിറ്റിൽ യാർഡ് എന്ന് വെച്ചാൽ ആ പരിസരം ഷാബി ആയിട്ട്, അതായത് ഒരു പുവർ കണ്ടീഷനിലാണ് അത് കാണപ്പെട്ടത്. ബട്ട് ഇറ്റ് വാസ് ക്ലീൻ. ഇറ്റ് റിമൈൻഡഡ് മാഡി ഓഫ് വാൻഡാസ് വൺ ഡ്രസ്, ഹെർ ഫെയ്ഡഡ് ബ്ലൂ കോട്ടൺ ഡ്രസ്, ഷാബി ബട്ട് ക്ലീൻ. ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരുന്നു വാൻഡ സ്ഥിരമായിട്ട് ക്ലാസ്സിലോട്ട് ഒരേ ഒരു ഡ്രസ്സാണ് ധരിച്ചു വരാറുണ്ടായിരുന്നത്, ഒരു ഫെയ്ഡഡ് ബ്ലൂ കളർ ഡ്രസ്സ്. അത് ഷാബി ആയിരുന്നു, ഒരു പുവർ കണ്ടീഷനിലുള്ള ഡ്രസ്സായിരുന്നെങ്കിലും അത് വളരെ ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഈ വീടും പരിസരവും മാഡിയെ ആ ഡ്രസ്സിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. ദർ വാസ് നോട്ട് എ സൈൻ ഓഫ് ലൈഫ് അബൌട്ട് ദ ഹൗസ്. അപ്പോൾ അവിടെ ആരും തന്നെ ജീവിക്കുന്നതായിട്ട് താമസിക്കുന്നതായിട്ടൊരു സൈനൊന്നും തോന്നിയില്ല. പെഗ്ഗി നോക്ക്ഡ് ഫേംലി ഓൺ ദ ഡോർ ബട്ട് ദർ വാസ് നോ ആൻസർ. അപ്പോൾ പെഗ്ഗി ഇങ്ങനെ വാതിലിൽ മുട്ടി, പക്ഷെ ആരും ആൻസർ ചെയ്തില്ല. ഷീ ആൻഡ് മാഡി വെൻറ്റ് അറൗണ്ട് ടു ദ ബാക്ക് യാർഡ് ആൻഡ് നോക്ക് ദോർ. അപ്പോൾ വീടിൻ്റെ ബാക്കിലൂടെ പോയിട്ട് അവിടെയും മുട്ടി നോക്കി. സ്റ്റിൽ ദർ വാസ് നോ ആൻസർ. അപ്പോഴും ആരും ആൻസർ ചെയ്തില്ല. ദർ വാസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്, ദ പെട്രോൺസ്കീസ് വർ ഗോൺ. അപ്പോൾ ഒരു സംശയവും പിന്നെ അവർക്ക് ഉണ്ടായില്ല. പെട്രോൺസ്കി ആൻഡ് ഫാമിലി അവിടെ നിന്ന് മൂവ് ആയെന്ന് അവർക്ക് മനസ്സിലായി. ഹൗ കുഡ് ദേ എവർ മേക്ക് എമൻസ്. എമൻസ് എന്ന് വെച്ചാൽ ക്ഷമാപണം. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇവർക്കൊരു ക്ഷമാപണം നടത്താൻ കഴിയുക? ദേ ടേൺ സ്ലോലി ആൻഡ് മെയ്ഡ് ദെയർ വേ ബാക്ക് ഡൗൺ ദ ഹിൽ. അപ്പോൾ അവരവിടെ നിന്ന് പതുക്കെ തിരിച്ച് പോരാൻ തുടങ്ങി, ആ ഹില്ലിങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. വെൽ എനിവേ സെഡ് പെഗ്ഗി, ഷീ ഹാസ് ഗോൺ നൗ, സോ വാട്ട് ക്യാൻ വി ഡു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവൾ ഇവിടെ നിന്ന് പോയില്ലേ എന്ന് പെഗ്ഗി ചോദിക്കുകയാണ്. Besides, when I was asking her about all her dresses, she probably was getting good ideas for her drawings.
അപ്പോൾ അത് മാത്രമല്ല, ഞാൻ അവളോട് ഇങ്ങനെ ഓരോ ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോഴും അവൾക്ക് വേണമെങ്കിൽ നല്ല നല്ല ഐഡിയാസ് ഇങ്ങനെ വരയ്ക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് പെഗ്ഗി പറയാണ്. ഷീ മൈറ്റ് നോട്ട് ഈവൻ ഹാവ് വോൺ ദ കോൺടെസ്റ്റ് അതർവൈസ്. അല്ലെങ്കിൽ അവൾക്ക് ഈ കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ കഴിയായിരുന്നില്ല. അതായത് വാൻഡി ഇവർ എന്തെങ്കിലും തരത്തിലൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നൊക്കെ കരുതി ഇവരിങ്ങനെ സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പെഗ്ഗി പറയാണ്, ഞാനിങ്ങനെ ഓരോ ഡ്രസ്സ് നിൻ്റെ കയ്യിൽ ഇങ്ങനെ ഗ്രീൻ ഡ്രസ്സ് ഉണ്ടോ, അതെങ്ങനത്തെ ഡ്രസ്സാണ്, ബ്ലൂ ഡ്രസ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴും പെഗ്ഗി ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ വാൻഡിക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടുന്നുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അതിൽ നിന്നാണ് അങ്ങനെ ഐഡിയാസ് കിട്ടിയിട്ടാണ് അവളിപ്പോൾ ഈ കോൺടെസ്റ്റൊക്കെ വിൻ ചെയ്തതെന്നാണ് പെഗ്ഗി പറയുന്നത്. Maddie turned this idea carefully over in her head, for if there were anything in it, she would not have to feel so badly. അപ്പോൾ പെഗ്ഗി പറഞ്ഞ കാര്യം മാഡി ഇങ്ങനെ സീരിയസ് ആയിട്ട് അവളുടെ തലയിൽ എടുത്തു എന്ന് വെച്ചാൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. ആ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും അവൾക്ക് ആശ്വസിക്കാനായിട്ട്, വളരെ അവളെപ്പറ്റി മോശം ചിന്തിക്കാതെ എന്തെങ്കിലും ആശ്വസിക്കാനുള്ളൊരു വക അതിലുണ്ടാകുമല്ലോ എന്ന് അവളങ്ങനെ ചിന്തിക്കുകയാണ്. ബട്ട് ദാറ്റ് നൈറ്റ് ഷീ കുഡ് നോട്ട് ഗെറ്റ് ടു സ്ലീപ്പ്. ആ രാത്രി മാഡിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഷീ തോട്ട് അബൌട്ട് വാൻഡ ആൻഡ് ഹെർ ഫെയ്ഡഡ് ബ്ലൂ ഡ്രസ് ആൻഡ് ദ ലിറ്റിൽ ഹൗസ് ഷീ ഹാഡ് ലിവ്ഡ് ഇൻ. ഇപ്പോൾ വാൻഡയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും, അവളുടെ ഡ്രസ്സ്, അവളുടെ വീട്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും മാഡി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷീ തോട്ട് ഓഫ് ദ ഗ്ലോയിങ് പിക്ചർ ദോസ് 100 ഡ്രസ്സസ് മെയ്ഡ് ഓൾ ലൈൻഡ് അപ്പ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവൾ വരച്ച 100 ഡ്രോയിങ്സ്. അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. At last Maddie sat up in bed and pressed her forehead tight in her hands and really thought. അത് കഴിഞ്ഞ് മാഡി വേഗം തന്നെ ബെഡിൽ ഇങ്ങനെ ചാടി ഇരുന്നിട്ട് അവളുടെ ഫോർഹെഡ്, നെറ്റി ഇങ്ങനെ പ്രസ് ചെയ്തു ടൈറ്റിൽ. എന്നിട്ടിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അതായത് തലയിൽ ഇങ്ങനെ നെറ്റിയിലിങ്ങനെ കൈ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഓരോന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ദിസ് വാസ് ദ ഹാർഡസ്റ്റ് തിങ്കിങ് ഷീ ഹാഡ് എവർ ഡൺ. അപ്പോൾ അവളുടെ ലൈഫിൽ തന്നെ അവൾ ഏറ്റവും ഹാർഡായിട്ട്, ഏറ്റവും കഠിനമായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം ഷീ റീച്ച്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ. അപ്പോൾ കുറേ ചിന്തിച്ചതിന് ശേഷം അവളൊരു കൺക്ലൂഷനിലെത്തി. ഷീ വാസ് നെവർ ഗോയിങ് ടു സ്റ്റാൻഡ് ബൈ ആൻഡ് സേ നത്തിങ് അഗെയിൻ. അപ്പോൾ ഇനി ഒരിക്കലും അവളിങ്ങനെ ആരെങ്കിലും കൂടെ എന്തെങ്കിലും മോശമായിട്ടുള്ളൊരു കാര്യം നടക്കുമ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കില്ല, ഒന്നും മിണ്ടാതെ ഒന്നും ചെയ്യാതെ അങ്ങനെ ഇനി ഒരിക്കലും നിൽക്കില്ല എന്ന് അവൾ തീരുമാനിക്കുകയാണ്. ഇഫ് ഷീ എവർ ഹേർഡ് എനിബഡി പിക്കിംഗ് ഓൺ സം വൺ ബിക്കോസ് ദേ വർ ഫണ്ണി ലുക്കിംഗ് ഓർ ബിക്കോസ് ദേ ഹാഡ് സ്ട്രേഞ്ച് നെയിംസ് ഷീ വുഡ് സ്പീക്ക് അപ്പ്. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണ്, ആരെങ്കിലും അവരുടെ ഒരു ഫണ്ണി ലുക്കുണ്ടോ അല്ലെങ്കിൽ അവർക്കൊരു സ്ട്രേഞ്ച് നെയിം ഉള്ളതുകൊണ്ടോ ഒക്കെ ആരെങ്കിലും കളിയാക്കുകയാണെങ്കിൽ അവൾ അതിനെതിരെ സംസാരിക്കും. ഈവൻ ഇഫ് ഇറ്റ് മെൻറ്റ് ലോസിങ് പെഗ്ഗീസ് ഫ്രണ്ട്ഷിപ്പ്. ഇനി അതുകൊണ്ട് പെഗ്ഗിയുടെ ഫ്രണ്ട്ഷിപ്പ് ലോസ് ആവുകയാണെങ്കിൽ കൂടെ അവൾ അതിനെതിരെ റിയാക്ട് ചെയ്യും. ഷീ ഹാഡ് നോ വേ ഓഫ് മേക്കിംഗ് തിങ്സ് റൈറ്റ് വിത്ത് വാൻഡ, ബട്ട് ഫ്രം നൗ ഓൺ ഷീ വുഡ് നെവർ മേക്ക് എനിബഡി എൽസ് ദാറ്റ് അൺഹാപ്പി അഗെയിൻ. അപ്പോൾ അവൾക്ക് വാൻഡയുടെ അടുത്ത് ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ മുതൽ അവൾ മറ്റൊരാളെയും ഇതുപോലെ ഇങ്ങനെ അൺഹാപ്പി ആകാനായിട്ട് അങ്ങനെ അനുവദിക്കില്ല എന്നവൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ രാത്രി മുഴുവൻ ചിന്തിച്ച് അവളെടുത്ത ഒരു തീരുമാനം, ഒരു ഡിസിഷൻ ഇതായിരുന്നു. ഇനി മുതൽ അവൾ ആരെയും കളിയാക്കുകയില്ല, മറ്റുള്ളവർ കളിയാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ റിയാക്ട് ചെയ്യാതെ സൈലൻ്റ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയില്ല. ഓൺ സാറ്റർഡേ മാഡി സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ വിത്ത് പെഗ്ഗി. അപ്പോൾ ഒരു ശനിയാഴ്ച മാഡി ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്തത് പെഗ്ഗിയുമായിട്ടാണ്. ദേ വർ റൈറ്റിംഗ് എ ലെറ്റർ ടു വാൻഡ പെട്രോൺസ്കി. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ വാൻഡയ്ക്ക് ഒരു ലെറ്റർ എഴുതുകയാണ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ഫ്രണ്ട്ലി ലെറ്റർ ടെല്ലിംഗ് അബൌട്ട് ദ കോൺടെസ്റ്റ് ആൻഡ് ടെല്ലിംഗ് വാൻഡ ഷീ ഹാഡ് വോൺ. അപ്പോൾ അതൊരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലെറ്റർ ആയിരുന്നു. ഇപ്പോൾ ഈ കോൺടെസ്റ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ മെൻഷൻ ചെയ്തിരുന്നത്. വാൻഡയാണ് ഈ കോൺടെസ്റ്റ് വിൻ ചെയ്തതെന്നൊക്കെ അവർ ഈ ലെറ്ററിനകത്ത് മെൻഷൻ ചെയ്യണം. ദേ ടോൾഡ് ഹെർ ഹൗ പ്രെറ്റി ഹെർ ഡ്രോയിങ്സ് വർ. അപ്പോൾ അവർ അവളുടെ ആ ഡ്രോയിങ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട്. ആൻഡ് ദേ ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ലൈക്ഡ് വേർ ഷീ വാസ് ലിവിങ് ആൻഡ് ഇഫ് ഷീ ലൈക്ഡ് ഹെർ ന്യൂ ടീച്ചർ. എന്നിട്ട് അവർ ചോദിക്കുകയാണ് അവൾ എവിടെയാണോ പുതിയതായിട്ട് താമസിക്കുന്നത് ആ സ്ഥലമൊക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടോ, പുതിയ ടീച്ചറൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിക്കുകയാണ്. They had meant to say they were sorry, but it ended up with their just writing a friendly letter, the kind they would have written to any good friend. അപ്പോൾ അവർ ശരിക്കും ഉദ്ദേശിച്ചിരുന്നത് സോറി പറയണമെന്നാണ്. പക്ഷേ ആ ലെറ്റർ എൻഡ് ചെയ്തത് വളരെ ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആയിട്ടാണ്. അതായത് വളരെ നല്ലൊരു ഗുഡ് ഫ്രണ്ടിന് ആരെങ്കിലും എഴുതുന്ന ഒരു നല്ലൊരു ലെറ്റർ പോലെയാണ് ലെറ്റർ എൻഡ് ചെയ്തത്. ആൻഡ് ദേ സൈൻഡ് ഇറ്റ് വിത്ത് ലോട്ട്സ് ഓഫ് എക്സസ് ഫോർ ലവ്. അപ്പോൾ അത് ലെറ്ററിൻ്റെ അടിയിലൊക്കെ നമ്മളിങ്ങനെ ലോട്ട് ഓഫ് ഹഗ്സ് ആൻഡ് കിസസ് എന്നൊക്കെ എഴുതില്ലേ, അതുപോലെ അവർ എഴുതി ചേർത്തു. ദേ മെയിൽ ദ ലെറ്റർ ടു ബോഗിൻസ് ഹൈഡ്സ് റൈറ്റിംഗ് പ്ലീസ് ഫോർവേഡ് ഓൺ ദ എൻവലപ്പ്.
അപ്പോൾ ബോഗിൻ ഹൈറ്റ്സിൻ്റെ അഡ്രസ്സാണ് അവർക്കറിയാം. അപ്പോൾ ആ അഡ്രസ്സിലാണ് അവർ ലെറ്റർ എഴുതിയത്. എന്നിട്ട് അതിനകത്ത് എൻവലപ്പിൽ പ്ലീസ് ഫോർവേഡ് എന്ന് എഴുതിയിരുന്നു. അതായത് ഓൾഡ് അഡ്രസ്സിലോട്ട് തന്നെ നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിലുള്ളവർ അത് ഇപ്പോൾ അവരുടെ പുതിയ അഡ്രസ്സിലോട്ട് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. Days passed and there was no answer, but the letter did not come back. So maybe Vanda had received it. അപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞു, ഈ ലെറ്ററിന് റിപ്ലൈ ഒന്നും ഇവർക്ക് കിട്ടിയില്ല. പക്ഷേ ലെറ്റർ തിരിച്ചു വന്നുമില്ല. അപ്പോൾ വാൻഡ അത് റിസീവ് ചെയ്തിട്ടുണ്ടാകുമെന്ന് അവർ ഹോപ്പ് ചെയ്യാണ്. Perhaps she was so hurt and angry she was not going to answer. You could not blame her. അപ്പോൾ അവൾ അത്രയും ഹേർട്ട് ആയതുകൊണ്ടും അത്രയും ദേഷ്യം ഇവരോടുള്ളതുകൊണ്ടും ആയിരിക്കും ചിലപ്പോൾ അവൾ ആൻസർ ചെയ്യാത്തത്. അവളെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. വീക്സ് went by and still Vanda did not answer. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി, വാൻഡ ആൻസർ ചെയ്തില്ല. Peggy had begun to forget the whole business and Maddie put herself to sleep at night making speeches about Vanda, defending her from great crowds of girls who were trying to tease her with how many dresses have you got. അപ്പോൾ പെഗ്ഗി പതുക്കെ ഇതെല്ലാം മറന്ന് അവളുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകാൻ തുടങ്ങി. മാഡി പക്ഷേ ഇപ്പോഴും രാത്രി ഉറക്കമില്ലാതെ വാൻഡയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെയൊക്കെ അവളിങ്ങനെ ഇമാജിൻ ചെയ്യും. എന്നിട്ട് അവളിങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ രക്ഷിക്കുക മറ്റുള്ളവരിൽ നിന്നും. അവരൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോൾ എത്ര ഡ്രസ്സ് നിനക്കുണ്ടെന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ഇവളിങ്ങനെ രക്ഷിക്കുന്നത് പോലെയൊക്കെ ഇവളിങ്ങനെ സ്വയം ഇമാജിൻ ചെയ്യും. And before Vanda could press her lips together in a tight line, the way she did before answering, Maddie would cry out, "Stop!" Then everybody would feel ashamed the way she used to feel. അപ്പോൾ വാൻഡ ഇങ്ങനെ എത്ര ഡ്രസ്സ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ലിപ്സ് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പിടിക്കും ആൻസർ പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യുന്നതിന് മുമ്പേ മാഡി ഷൗട്ട് ചെയ്യും സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നാണിച്ച് മുമ്പ് മാഡിക്ക് എങ്ങനെയാണോ വാൻഡയെ കളിയാക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത്, അതേ ഫീലിംഗിൽ ആ ഒരു അഷെയിംഡ് ഫീലിംഗിൽ ബാക്കിയുള്ളവരെല്ലാം ഇവളെ ഇങ്ങനെ കളിയാക്കുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ടൊക്കെ മാഡി ഇങ്ങനെ ഇമാജിൻ ചെയ്തിരുന്നു രാത്രികാലങ്ങളിൽ. നൗ ഇറ്റ് വാസ് ക്രിസ്മസ് ടൈം ആൻഡ് ദർ വാസ് സ്നോ ഓൺ ദ ഗ്രൗണ്ട്. ഇതൊരു ക്രിസ്മസ് ടൈമാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഗ്രൗണ്ടിലൊക്കെ സ്നോ വീഴാൻ തുടങ്ങി. ക്രിസ്മസ് ബെൽസ് ആൻഡ് എ സ്മോൾ ട്രീ ഡെക്കറേറ്റഡ് ദ ക്ലാസ് റൂം. അപ്പോൾ ക്ലാസ് റൂമിൽ ഇങ്ങനെ ക്രിസ്മസ് ബെൽസും ക്രിസ്മസ് ട്രീയും ഒക്കെ കൊണ്ടിങ്ങനെ അലങ്കരിച്ചിരുന്നു. ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ബിഫോർ ദ ഹോളിഡേയ്സ് ദ ടീച്ചർ ഷോഡ് ദ ക്ലാസ് എ ലെറ്റർ ഷി ഹാഡ് റിസീവ്ഡ് ദാറ്റ് മോർണിംഗ്. അപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേ ഹോളിഡേയ്സ്, അതായത് വിൻ്റർ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ ആ ലാസ്റ്റ് ഡേ ക്ലാസ് ടീച്ചറായിട്ടുള്ള മിസ് മേസൺ അവരൊരു ലെറ്റർ കാണിച്ചു. അവർക്ക് അന്ന് അത് കാലത്താണ് ഇങ്ങനെ ഒരു ലെറ്റർ അവർ റിസീവ് ചെയ്തത്. യു റിമെമ്പർ വാൻഡ പെട്രോൺസ്കി ദ ഗിഫ്റ്റഡ് ലിറ്റിൽ ആർട്ടിസ്റ്റ് ഹു വോൺ ദ ഡ്രോയിങ് കോൺടെസ്റ്റ്. അപ്പോൾ ടീച്ചർ ലെറ്റർ നോക്കിക്കൊണ്ട് പറയാണ് കുട്ടികളോട്, നിങ്ങൾക്ക് എല്ലാവർക്കും വാൻഡയെ ഓർമ്മയുണ്ടാവുമല്ലോ, വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ ഈ ഡ്രോയിങ് കോൺടെസ്റ്റൊക്കെ വിൻ ചെയ്ത ആ ഒരു കുട്ടിയെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. വെൽ, ഷീ ഹാസ് റിട്ടേൺ മീ ആൻഡ് ഐ എം ഗ്ലാഡ് ടു നോ വേർ ഷീ ലീവ്സ് ബിക്കോസ് നൗ ഐ ക്യാൻ സെൻഡ് ഹെർ മെഡൽ. ഐ വോണ്ട് ടു റീഡ് ഹെർ ലെറ്റർ ടു യു. അപ്പോൾ ടീച്ചർ പറയാണ്, വാൻഡ എനിക്കൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ലെറ്ററിൽ അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അവൾ എവിടെയാണ് ലീവ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് അവൾക്ക് ആ മെഡൽ സെൻഡ് ചെയ്യാൻ കഴിയും. ഈ കോൺടെസ്റ്റ് വിൻ ചെയ്തിട്ട് കിട്ടുന്ന മെഡൽ വാൻഡ റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ അഡ്രസ്സ് അറിഞ്ഞ് ടീച്ചർക്ക് അത് അയച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് ഈ ലെറ്റർ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണമെന്ന് ടീച്ചർ പറയാണ്. ദ ക്ലാസ് സാറ്റ് അപ്പ് വിത്ത് എ സഡൻ ഇൻട്രസ്റ്റ് ആൻഡ് ലിസൺ ഇൻറ്റൻറ്റ്ലി. അപ്പോൾ ഇത് കേട്ടതും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വളരെ കെയർഫുള്ളായിട്ട് ഇത് ലിസൺ ചെയ്യാൻ തുടങ്ങി. ആ ലെറ്റർ ഇങ്ങനെയായിരുന്നു: ഡിയർ മിസ് മേസൺ, ഹൗ ആർ യു ആൻഡ് റൂം 13. ക്ലാസ് ടീച്ചറോട് ചോദിക്കുകയാണ്, റൂം 13 എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു. പ്ലീസ് ടെൽ ദ ഗേൾസ് ദേ ക്യാൻ കീപ് ദോസ് 100 ഡ്രസ്സസ് ബിക്കോസ് ഇൻ മൈ ന്യൂ ഹൗസ് ഐ ഹാവ് 100 ന്യൂ വൺസ് ഓൾ ലൈൻഡ് അപ്പ് ഇൻ മൈ ക്ലോസറ്റ്. അപ്പോൾ ക്ലാസ്സിൽ ഗേൾസിൻ്റെ അടുത്ത് പറയണം അവർക്ക് ആ 100 ഡ്രസ്സസിൻ്റെ ഡ്രോയിങ്സ് കീപ്പ് ചെയ്യാം. കാരണം എൻ്റെ പുതിയ വീട്ടിൽ എനിക്ക് പുതിയ 100 ഡ്രസ്സസ് ഉണ്ട്, എല്ലാം ഇങ്ങനെ കബോർഡിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. I would like that girl Peggy to have the drawing of the green dress with the red trimming and her friend Maddie to have the blue one. അപ്പോൾ പറയാണ്, പെഗ്ഗിക്ക് അവൾ വരച്ച ഗ്രീൻ ഡ്രസ് വിത്ത് റെഡ് ട്രിമ്മിങ് ആ ഡ്രോയിങ് പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മാഡിക്ക് ബ്ലൂ ഡ്രസ്സിൻ്റെ ഡ്രോയിങ് കൊടുക്കണം. ഫോർ ക്രിസ്മസ് ഐ മിസ് ദാറ്റ് സ്കൂൾ ആൻഡ് മൈ ന്യൂ ടീച്ചർ ഡസ് നോട്ട് ഈക്വലൈസ് വിത്ത് യു. അപ്പോൾ ഈ ക്രിസ്മസിന് എനിക്ക് എൻ്റെ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പുതിയ ടീച്ചർ ഒരിക്കലും നിങ്ങൾക്ക് ഈക്വൽ ആകില്ല എന്ന് മിസ് മേസനോട് പറയാണ്. മെരി ക്രിസ്മസ് ടു യു ആൻഡ് എവ്രിബഡി. അപ്പോൾ എല്ലാവർക്കും മെരി ക്രിസ്മസ് പറയാണ് വാൻഡ. യുവേഴ്സ് ട്രൂലി വാൻഡ പെട്രോൺസ്കി. അപ്പോൾ ഇതായിരുന്നു വാൻഡ മിസ് മേസൺ അയച്ച ലെറ്റർ. ഓൺ ദ വേ
home from school, Maddie and Peggy held their drawings very carefully. അപ്പോൾ സ്കൂളിൽ നിന്നും വീട്ടിലോട്ട് വരുന്ന വഴി മാഡിയും പെഗ്ഗിയും ആ ഡ്രോയിങ്സ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ലെറ്ററിൽ വാൻഡ പറഞ്ഞിരിക്കുന്ന പോലെ മിസ് മേസൺ ഈ ഡ്രോയിങ്സ് ഇവർക്ക് പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അവരത് വളരെ ക്ലോസ് ആയിട്ട് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ഓൾ ദ ഹൗസസ് ഹാവ് റീഡ്സ് ആൻഡ് ഹോളി ഇൻ ദ വിൻഡോസ്. അപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ആ സ്ട്രീറ്റിലെ കാഴ്ചകളാണ് പറയുന്നത്. എല്ലാ വീടുകളിലും ഇങ്ങനെ റീത്ത് ബുക്കേസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹോളി ഇൻ ദ വിൻഡോസിൽ ഇങ്ങനെ ഹോളി ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഔട്ട്സൈഡ് ദ ഗ്രോസറി സ്റ്റോറിന് പുറത്തായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് ക്രിസ്മസ് ട്രീസ് വോർ സ്റ്റാക്ഡ്. ഇങ്ങനെ 100 കണക്കിന് ക്രിസ്മസ് ട്രീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് ഇൻ ദ വിൻഡോ കാൻറ്റി പെപ്പർമിൻ സ്റ്റിക്സ് ആൻഡ് കോണുകോപ്പിയാസ് ഓഫ് ഷൈനി ട്രാൻസ്പെറൻറ്റ് പേപ്പർ വോർ സ്റ്റങ്. അപ്പോൾ വിൻഡോസിൽ ഇങ്ങനെ കാൻറ്റി പെപ്പർമിൻ സ്റ്റിക്സും കോണുകോപ്പിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോട്ടിൻ്റെ ഹോണിൻ്റെ, അതായത് ആടിൻ്റെ കൊമ്പിൻ്റെ ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നറാണ്. ഇങ്ങനെ ഷൈനി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഈ ട്രാൻസ്പെറൻറ്റ് പേപ്പർ കൊണ്ട് ആ ഒരു കൊമ്പിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുന്ന ഒരു കണ്ടെയ്നർ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ തൂക്കിയിട്ടിരുന്നു വിൻഡോസിൽ. ദ എയർ സ്മെൽ ലൈക്ക് ക്രിസ്മസ് ആൻഡ് ലൈറ്റ് ഷൈനിങ് എവ്രി വോർ റിഫ്ലക്റ്റഡ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദ സ്നോ. അപ്പോൾ എയറിലൊക്കെ ആ ഒരു ക്രിസ്മസ് സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ് ഇങ്ങനെ ഷൈൻ ചെയ്തിട്ട് എല്ലായിടത്തും ഇങ്ങനെ ആ സ്നോയിൽ, ക്രിസ്മസ് ആയതുകൊണ്ട് നിരത്തിലൊക്കെ സ്നോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ലൈറ്റ് വീണിട്ട് പല കളറിൽ ഇങ്ങനെ സ്നോ കാണപ്പെട്ടു. ബോയ് സെഡ് പെഗ്ഗി, ദിസ് ഷോസ് ഷീ റിയലി ലൈക്സ് us. അപ്പോൾ പെഗ്ഗി പറയാണ്, ബോയ് എന്ന് ഇങ്ങനെ സ്നേഹത്തിൽ വിളിക്കുകയാണ് മാഡിയെ. ഇത് കാണിക്കുന്ന അവൾക്ക് നമ്മൾ ശരിക്കും ഇഷ്ടമാണെന്നാണ്. ഇറ്റ് ഷോസ് ഷി ഗോട്ട് അവർ ലെറ്റർ ആൻഡ് ദിസ് ഈസ് ഹെർ വേ ഓഫ് സീയിങ് ദാറ്റ് എവറിത്തിങ് ഇസ് ഓൾ റൈറ്റ് ആൻഡ് ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ നമ്മുടെ ലെറ്റർ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഈ ലെറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവളെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാം ശരിയാണ്, നമ്മുടെ അടുത്ത് അവൾക്ക് ദേഷ്യമൊന്നുമില്ല, അത് തന്നെ നമുക്കത് ഉറപ്പിക്കാമെന്ന് പറയാണ്. ഐ ഹോപ്പ് സോ സെഡ് മാഡി സാഡ്ലി. അപ്പോൾ മാഡി ഇങ്ങനെ ദുഃഖത്തോടെ പറയാണ്, ഞാനും അങ്ങനെ തന്നെയാണ് ഹോപ്പ് ചെയ്യുന്നത്. ഷീ ഫെൽ സാഡ് ബിക്കോസ് ഷീ ന്യൂ ഷീ വുഡ് നെവർ സീ ദ ലിറ്റിൽ ടൈറ്റ് ലിപ്ഡ് പോളിഷ് ഗേൾ അഗെയിൻ ആൻഡ് കുഡിൻ എവർ റിയലി മേക്ക് തിങ്സ് റൈറ്റ് ബിറ്റ്വീൻ ദം. അപ്പോൾ മാഡിക്ക് പിന്നെയും സങ്കടമാണ്. അവൾക്കറിയാം ഇനി ഒരിക്കലും ആ ടൈറ്റ് ലിപ്ഡ് പോളിഷ് ഗേളിനെ ഒരിക്കലും ഇനി അവൾക്ക് കാണാൻ കഴിയില്ല. ഒരിക്കലും അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും അവൾക്ക് അങ്ങനെ തുറന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ മാഡി സങ്കടത്തോടെ ചിന്തിക്കുകയാണ്. ഷി വെൻറ്റ് ഹോം ആൻഡ് ഷീ പിൻഡ് ഹെർ ഡ്രോയിങ്സ് ഓവർ എ ടോൺ പ്ലേസ് ഇൻ ദ പിങ്ക് ഫ്ലവേർഡ് വാൾപേപ്പർ ഇൻ ദ ബെഡ്റൂം. അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് അവൾ ഈ ഡ്രോയിങ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ടോൺ പ്ലേസിൽ. ഒട്ടും അത്ര നല്ലതല്ലാത്ത അവളുടെ വീടും ഒരു പുവർ കണ്ടീഷനിലുള്ള വീടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലേസിൽ ഒരു പിങ്ക് ഫ്ലവേർഡ് വാൾപേപ്പർ ഉണ്ട് അവളുടെ ബെഡ്റൂമിൽ. അപ്പോൾ അവിടെ ആയിട്ട് ഇങ്ങനെ ഈ ഡ്രോയിങ് പിൻ ചെയ്തു വെച്ചു. ദ ഷാബി റൂം കെയിം അലൈവ് ഫ്രം ദ ബ്രില്യൻസി ഓഫ് ദ കളേഴ്സ്. അപ്പോൾ ആ പുവർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂം പക്ഷേ ഈ ഒരു ഡ്രോയിങ് വെച്ചതോടുകൂടി ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നി. മാഡി സാറ്റ് ഡൗൺ ഓൺ ഹെർ ബെഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഡ്രോയിങ്. അപ്പോൾ മാഡി ബെഡിലിരുന്നുകൊണ്ട് ഈ ഡ്രോയിങ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഹാഡ് സ്റ്റുഡ് ബൈ ആൻഡ് സെഡ് നത്തിങ് ബട്ട് വാൻഡ ഹാഡ് ബീൻ നൈസ് ടു ഹെർ എനിവേ. അവളിങ്ങനെ ഒപ്പം നിന്നിരുന്നു, ഒന്നും സംസാരിച്ചിരുന്നില്ല. അതായത് മുമ്പത്തെ സംഭവം തന്നെയാണ് പറയുന്നത്. പെഗ്ഗി കളിയാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്നിരുന്നു, അവളൊന്നും തന്നെ പറഞ്ഞിരുന്നില്ല. പക്ഷേ വാൻഡ എന്നും അവൾക്ക് നല്ലതായിരുന്നു. Tears blurred her eyes and she gazed for a long time at the picture. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഓർത്തപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു വന്നിട്ട് അതിങ്ങനെ കാഴ്ചയെ മറച്ചു. അവൾ ആ പിക്ചർ തന്നെ ഇങ്ങനെ ഗേസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ദെൻ ഹാസ്റ്റ്ലി ഷീ റബ്ഡ് ഹെർ ഐസ് ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് ഇൻറ്റൻറ്റ്ലി. അപ്പോൾ ഹാസ്റ്റ്ലി എന്ന് വെച്ചാൽ ഫാസ്റ്റ്ലി, പെട്ടെന്ന് തന്നെ അവൾ കണ്ണുകൾ ഇങ്ങനെ തിരുമ്മിയിട്ട് ഒന്നും കൂടെ ആ പിക്ചർ ഇങ്ങനെ നോക്കുകയാണ്. The colors in the dress were so vivid that she had scarcely noticed the face and head of the drawing. അപ്പോൾ ഈ ഡ്രോയിങ് തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൾ ആ കാര്യം ശ്രദ്ധിച്ചത്. ആ ഡ്രോയിങ്ങിലെ ഡ്രസ്സിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് വളരെ വിവിഡ്, അതായത് വളരെ ബ്രൈറ്റ് ആയിരുന്നതുകൊണ്ട് അവൾ ഒട്ടും തന്നെ നോട്ടീസ് ചെയ്തിരുന്നില്ല ആ ഡ്രോയിങ്ങിൻ്റെ ഫേസ് ആൻഡ് ഹെഡ്. എന്ന് വെച്ചാൽ അതൊരു ഫ്രോക്കിൻ്റെ ഡിസൈൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു അപ്പർ പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമൊന്നും ആ ഒരു കളർ വളരെ ബ്രൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഷേപ്പ് അവൾ അത്രയധികം ശ്രദ്ധിച്ചിരുന്നില്ല. ബട്ട് ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് ഹെർ മാഡി. പക്ഷെ പെട്ടെന്ന് ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ ഡ്രസ്സിൻ്റെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അവളുടെ ഛായ തന്നെ അവൾക്ക് തോന്നുകയാണ്. ഇറ്റ് റിയലി ലുക്ക്ഡ് ലൈക്ക് ഹെർ ഓൺ മൗത്ത്. ഓക്കെ, അത് അവളുടെ തന്നെ മൗത്ത് പോലെ അവൾക്ക് ഇങ്ങനെ തോന്നി. വൈ ഇറ്റ് റിയലി ലുക്ക്ഡ് ലൈക്ക് ഹെർ ഓൺ സെൽഫ്. വാൻഡ ഹാഡ് റിയലി ഡ്രോൺ ദിസ് ഫോർ ഹെർ. അപ്പോൾ മാഡി ചിന്തിക്കുകയാണ്, ഇത് റിയൽ ആയിട്ടും വാൻഡ മാഡിക്ക് വേണ്ടി തന്നെ വരച്ചതാണ്. അതുകൊണ്ടാണ് ആ ഒരു പിക്ചറിന് മാഡിയുടെ ഛായ തന്നെ
തോന്നുന്നത്. എക്സൈറ്റഡ്ലി ഷി റാൻ ഓവർ ടു പെഗ്ഗീസ്. അപ്പോൾ അത് കണ്ട് അവൾ ഭയങ്കര അധികം എക്സൈറ്റഡ് ആയി. അതായത് വാൻഡ മാഡി അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് മാഡി ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മാഡിയുടെ അതേ മുഖച്ഛായയിൽ അവൾ ആ ഡ്രസ്സിൻ്റെ ഫേസ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവൾ അപ്പം തന്നെ പെഗ്ഗിയുടെ അടുത്തോട്ട് ഓടിപ്പോവുകയാണ്. പെഗ്, ഷീ സെഡ്, ലെറ്റ് മീ സീ യുവർ പിക്ചർ. അപ്പോൾ പെഗ്ഗിയുടെ അടുത്ത് നിന്നിട്ട് അവൾ ചോദിക്കുകയാണ്, നിൻ്റെ പിക്ചർ കാണിച്ചു തരൂ. വാട്ട്സ് ദ മാറ്റർ ആസ്ക്ഡ് പെഗ്ഗി ആസ് ദേ ക്ലാറ്റേർഡ് അപ്പ് ടു ഹെർ റൂം വെർ വാൻഡാസ് ഡ്രോയിങ് വാസ് ലൈങ് ഫേസ് ഡൗൺ ഓൺ ദ ബെഡ്. മാഡി കെയർഫുള്ളി റേസ്ഡ് ഇറ്റ്. എന്താ കാര്യമെന്ന് ചോദിച്ചു പെഗ്ഗി. എന്നിട്ട് അവർ ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ട് റൂമിലോട്ട് കയറിപ്പോയിട്ട് വാൻഡയുടെ ഡ്രോയിങ്സ് എടുത്തു. അപ്പോൾ അത് പെഗ്ഗിയുടെ റൂമിൽ അതിങ്ങനെ ബെഡിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ മാഡി അത് ചെന്നിങ്ങനെ എടുത്തു നോക്കി. ലുക്ക്, ഷീ ഡ്രൂ യു, ദാറ്റ്സ് യു, ഷീ എക്സ്ക്ലെയിംഡ്, ആൻഡ് ദ ഹെഡ് ആൻഡ് ഫേസ് ഓഫ് ദിസ് പിക്ചർ ഡിഡ് ലുക്ക് ലൈക്ക് പെഗ്ഗി. അപ്പോൾ അവൾ പറയുകയാണ്, നോക്ക് പെഗ്ഗിയുടെ പിക്ചറിൽ അപ്പോൾ മാഡിക്ക് തോന്നുകയാണ് ആ ഡ്രസ്സിൻ്റെ ഡിസൈനിൽ പെഗ്ഗിയുടെ ഫേസ് ഉള്ളതുപോലെ. അപ്പോൾ അത് നോക്കൂ എന്ന് പെഗ്ഗിയോട് മാഡി പറയുകയാണ്. വാട്ട് ഡിഡ് ഐ സേ, സെഡ് പെഗ്ഗി, ഷീ മസ്റ്റ് ഹാവ് റിയലി ലൈക്ഡ് അസ് എനിവേ. അപ്പോൾ പെഗ്ഗി പറയണം, അതാണ് ഞാൻ പറഞ്ഞത്, അവൾ നമ്മൾ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നിരിക്കണം. യെസ്, ഷീ മസ്റ്റ് ഹാവ്, എഗ്രീഡ് മാഡി, ആൻഡ് ഷീ ബ്ലിങ്ക്ഡ് അവേ ദ ടീയേഴ്സ് ദാറ്റ് കെയിം എവറി ടൈം ഷീ തോട്ട് ഓഫ് വാൻഡ സ്റ്റാൻഡിങ് അലോൺ ഇൻ ദാറ്റ് സണ്ണി സ്പോട്ട് ഇൻ ദ സ്കൂൾ യാർഡ് ലുക്കിംഗ് stolidly over at the group of laughing girls after she had walked off, after she had said, sure, 100 of them all lined up. അപ്പോൾ മാഡി പറയാണ്, ശരിക്കും അവൾ നമ്മളെ സ്നേഹിച്ചിരുന്നിരിക്കണം. എന്നിട്ട് അവൾ കണ്ണീരിങ്ങനെ കണ്ണിൽ നിറഞ്ഞപ്പോൾ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യാണ്. എപ്പോഴും കണ്ണീര് വരും എന്താലോചിക്കുമ്പോൾ വാൻഡ ആ സ്കൂൾ മുറ്റത്ത് ആ ഒരു വെയിലിൽ ഇങ്ങനെ നിൽക്കുന്നത്. സ്റ്റോളിഡ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കാമായിട്ട്, അതായത് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് അവളെ കളിയാക്കുമ്പോൾ അവളങ്ങനെ കാമായിട്ട് അവരുടെ ഇടയിൽ നിൽക്കുന്നതും, പിന്നെ അവൾ എന്നും അവർ കളിയാക്കുമ്പോൾ അവൾ പറയുന്നൊരു മറുപടി ഉണ്ട് അല്ലേ, 100 ഡ്രസ്സസ് 100 ഓഫ് ദം ഓൾ ലൈൻഡ് അപ്പ്. അതെ, എനിക്കിങ്ങനെ 100 ഡ്രസ്സസ് ഉണ്ട്, എല്ലാം ഇങ്ങനെ ലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ അവിടെ നിന്ന് പതിയെ നടന്ന് നീങ്ങാറുണ്ട്. അത് സ്കൂളിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവളുടെ കണ്ണ് നിറയാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പിക്ചറിൽ ഇവരുടെ ഫേസ് ഇവരിങ്ങനെ റെക്കഗ്നൈസ് ചെയ്തോടുകൂടി അതുപോലെ തന്നെ അവളുടെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും വാൻഡ അങ്ങനെ അതിൽ വരച്ചിരുന്നു എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഇവരുടെ ഒരു ഇല്യൂഷൻ ആവാം, അവർക്കത് തോന്നിയതാവാം. അവർക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടാനായിട്ട് വാൻഡ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്ക് തോന്നിയതാകാം. അല്ലെങ്കിൽ വാൻഡ പർപ്പസ്ഫുള്ളി അങ്ങനെ എന്തെങ്കിലും അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ അത് വരച്ചിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ സ്റ്റോറിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching the video. Please like and share, and don't forget to subscribe the channel to get notification for new videos.